Hi everyone, welcome back to Cake and Flakes. അപ്പോൾ ഇന്ന് ലിഷ്ട നമ്മളൊരു റീജോയിൻ ചെയ്യാണ്. അപ്പോൾ ഇന്ന് റെസിപ്പി ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫ്രൈ ആണ്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാഴയ്ക്ക ബജ്ജിയാണ്. വാഴയ്ക്ക ബജ്ജി എന്ന് വെച്ചാൽ പച്ചപ്പഴം ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു ബജ്ജി. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു കായ ബജ്ജിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഇതിൽ വരാൻ പോണത്? ഇത് ഡിഫറെൻ്റ്ലി ഒരു തമിഴ്നാട് ടേസ്റ്റ് ആണ് ഇതിന്. അപ്പം നമുക്ക് ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കായ, ഫ്ലോറ്, കടലമാവ്, സോൾട്ട്, ലെമൺ, കോൺഫ്ലവർ, എഗ്ഗ്, കുറച്ച് റൈസ് പൗഡർ, ചില്ലി പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, പെപ്പർ പൗഡർ, കായത്തിൻ്റെ പൊടി കുറച്ച്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെ മിക്സ് ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരാം. കടലമാവ് 2 സ്പൂൺ, റൈസ് പൗഡർ 1 സ്പൂൺ, കോൺഫ്ലവർ 1 സ്പൂൺ, മൈദ 1 സ്പൂൺ, ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ, എഗ്ഗ് ആഡ് ചെയ്യുക, ലെമൺ ആഡ് ചെയ്യുക, കായത്തിൻ്റെ പൊടി 1 സ്പൂൺ അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ 1 പിഞ്ച്, സോൾട്ട് ആവശ്യത്തിന് മതി. ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലിഷിത്താൻ്റെ സ്പെഷ്യൽ വാഴയ്ക്ക ബജ്ജി ഇവിടെ റെഡി ആയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഒരു തമിഴ് ടച്ചാണ്, അതായത് കോയമ്പത്തൂർ സ്റ്റൈൽ കറക്റ്റ് അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ലിഷിത്ത റെഡിയാക്കിയേക്കണത്. എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസും ഇൻട്രാക്റ്റീവ് സെക്ഷൻസും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.